കെ സുരേന്ദ്രനെതിരെ BJP കേന്ദ്ര നേതൃത്വം. സുരേന്ദ്രൻ സുൽത്താൻ ബത്തേരി എന്ന നാമധേയത്തെക്കുറിച്ച് നടത്തിയ പരാമർശം വലിയ വിവാദമായി മാറിയിരിക്കുന്നു. സുൽത്താൻ ബത്തേരിയെ ഗണപതി വട്ടം എന്ന പേരിൽ ആക്കുമെന്ന് അദ്ദേഹം പറയുന്നു. സുൽത്താൻ ബത്തേരി എന്ന പേര് മാറ്റണമെന്നും ഗണപതി വട്ടം എന്ന പേരാക്കണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. അതാണ് വലിയ വിവാദമായി മാറിയത്. സുരേന്ദ്രനെതിരെ UDF-ഉം LDF-ഉം രംഗത്ത് വന്നു. മാത്രമല്ല BJP-യിലെ സുരേന്ദ്ര വിരുദ്ധരും ഇപ്പോൾ രംഗത്തുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ എന്തിന് ഇത്രയും വലിയ ഹിന്ദുത്വ അജണ്ട, ഹിന്ദുത്വ തീവ്രവാദം പറയുന്നു എന്നാണ് സുരേന്ദ്രൻ്റെ എതിരാളികൾ ചോദിക്കുന്നത്. വയനാട്ടിൽ സുരേന്ദ്രൻ മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിക്കൊപ്പവും ആനി രാജയ്ക്കൊപ്പവുമാണ്. അവിടെ ജയം അപ്രാപ്യമാണ് സുരേന്ദ്രൻ. കിട്ടിയ അവസരത്തിൽ വർഗീയത വിളമ്പാം എന്നുള്ളതാണ് സുരേന്ദ്രൻ്റെ ഇപ്പോഴത്തെ നയം. കിട്ടിയ അവസരത്തിൽ വർഗീയത വിളമ്പാം എന്നാണ് സുരേന്ദ്രൻ ഇപ്പോൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുരേന്ദ്രൻ്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ BJP കേന്ദ്ര നേതൃത്വം രംഗത്ത് വരും എന്നുള്ളത് ഉറപ്പാണ്. BJP കേന്ദ്ര നേതൃത്വത്തിന് സുരേന്ദ്രൻ്റെ പല നിലപാടുകളോടും പൊരുത്തമില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജാനുവിന് കൈക്കൂലി നൽകിയ കേസ് സുരേന്ദ്രനെ വല്ലാതെ വേട്ടയാടി. തൻ്റെ അപര സ്ഥാനാർത്ഥിയായ സുന്ദരയ്ക്ക് പണം നൽകിയത് വലിയ വാർത്തയായി മാറി. മഞ്ചേശ്വരത്ത് BSP സ്ഥാനാർത്ഥിയായ സുന്ദരയെ പണം കൊടുത്ത് മാറ്റിക്കളഞ്ഞു സുരേന്ദ്രൻ. സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിൻവാങ്ങാൻ വേണ്ടി ധാരാളം പണം കൊടുത്തിരുന്നു സുരേന്ദ്രൻ. അതൊക്കെ സുന്ദരയെ വിളിച്ചു പറയുകയും ചെയ്തു. കൊടകര കുഴൽപ്പണക്കേസിലും സുരേന്ദ്രന് പങ്കുണ്ട് എന്ന തരത്തിൽ ആരോപണം ഉയർന്നിരുന്നു. അതിൻ്റെ അന്വേഷണം നടത്തുകയാണ്. സുരേന്ദ്രന് മാത്രമല്ല, കൊടകര കുഴൽപ്പണക്കേസിൽ സുരേന്ദ്രൻ്റെ മകനും പങ്കുണ്ട് എന്ന തരത്തിലുള്ള ആരോപണം നടക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് സുൽത്താൻ ബത്തേരിയിൽ കയറി കളിച്ചിരിക്കുന്നത് സുരേന്ദ്രൻ. സുൽത്താൻ ബത്തേരി എന്നുള്ളത് പൂർവികരുടെ മനോഹരമായ പേരാണ്. അത് ടിപ്പു സുൽത്താൻ ഇട്ട പേരാണെന്നും ടിപ്പു സുൽത്താൻ ഇട്ട പേര് മാറ്റി ഗണപതി വട്ടം എന്നാക്കണമെന്നും ഒക്കെയാണ് സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. ആ പറച്ചിൽ ഇപ്പോൾ സുരേന്ദ്രന് വിനയായി മാറിയിരിക്കുന്നു. കേന്ദ്ര നേതൃത്വം കടുത്ത അതൃപ്തിയിലാണ് സുരേന്ദ്രനെതിരെ. സുരേന്ദ്രനെ ഏതു വിധേനയും പുറത്താക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു വിഭാഗം BJP. നമ്മുടെ ശോഭാ സുരേന്ദ്രൻ പക്ഷമൊക്കെ സുരേന്ദ്രന് എതിരാണ്. PK കൃഷ്ണദാസ് പക്ഷം സുരേന്ദ്രന് എതിരാണ്. MT രമേശ് സുരേന്ദ്രന് എതിരാണ്. പക്ഷേ BJP-യുടെ കേരള അധ്യക്ഷൻ എന്ന നിലയിൽ, BJP ഒരു കേഡർ പാർട്ടി എന്ന നിലയിൽ അവർക്ക് തുറന്ന് അഭിപ്രായങ്ങൾ പറയാൻ പറ്റുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. തുറന്ന് അഭിപ്രായങ്ങൾ പറയാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, സുരേന്ദ്രൻ്റെ ഏറാൻ മൂളികളായി നിൽക്കേണ്ട ഗതികേട് അവർക്ക് വന്നിരിക്കുന്നു. പക്ഷേ ഈ പ്രസ്താവന വലിയ ദുരന്തമാണ്, വലിയ തിരിച്ചടിയാണ് BJP-ക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇങ്ങനെ ഓരോ സ്ഥല നാമങ്ങളും കേരളത്തിൽ തന്നെ പാകിസ്ഥാൻ മുഖ്യമന്ത്രി സ്ഥലവും തിരുവനന്തപുരത്തുണ്ട് പാകിസ്ഥാൻ. അതിൻ്റെ പേര് മാറ്റണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അതൊക്കെ കാലാകാലങ്ങളായി നിലനിൽക്കുന്ന പേരുകളാണ്. ബംഗ്ലാദേശ് കോളനിയുണ്ട് തിരുവനന്തപുരത്ത്. ആ ബംഗ്ലാദേശ് കോളനിയുടെ പേര് മാറ്റണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. സുരേന്ദ്രൻ ഇവിടെ എല്ലാം ഹിന്ദു നാമധേയ ഇടണമെന്നും പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ സുരേന്ദ്രൻ എന്താ പേരിടൽ ചടങ്ങിൻ്റെ അധ്യക്ഷനാണോ? ഈ ചോദ്യങ്ങളാണ് ജനങ്ങൾ ചോദിക്കുന്നത്. സുരേന്ദ്ര മണ്ടത്തനം വിളിച്ച് പറയാം. സുരേന്ദ്രന് തീവ്ര ഹിന്ദുത്വം ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. സുരേന്ദ്രൻ വളരെ പകയുള്ള ഒരു വ്യക്തിയാണെന്ന് അറിയാം. അഹങ്കാരിയായ വ്യക്തിയാണെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ നേരിട്ട് നിങ്ങളെ കണ്ടിട്ടില്ല. പക്ഷെ നിങ്ങൾ വളരെ അഹങ്കാരിയായ ഒരു വ്യക്തിയാണെന്ന് കേട്ടിട്ടുണ്ട്. നിങ്ങളോട് കൂടെ നിൽക്കുന്നവരെ മാത്രമേ നിങ്ങൾ വളർത്തുകയുള്ളൂ എന്നും കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ പെട്ടിരിക്കുന്നത് പടുകുഴിയിലാണ്. സുരേന്ദ്രനെതിരെ കേരളത്തിലെ BJP നേതൃത്വം ഒന്നടങ്കം തിരിഞ്ഞിട്ടില്ല. സുരേന്ദ്രൻ്റെ കൂടെ നിൽക്കുന്നവർ സുരേന്ദ്രനെ കൈയടിക്കുന്നുണ്ട്. ബാക്കിയുള്ള സുരേന്ദ്ര വിരുദ്ധർ തിരിഞ്ഞിരിക്കും. കേന്ദ്ര നേതൃത്വവും സുരേന്ദ്രന് എതിരാണ്. ചുരുക്കത്തിൽ സുരേന്ദ്രൻ ഇനി അങ്ങോട്ട് വെള്ളം കുടിക്കാൻ പോവുകയാണ്. വലിയ കാലം BJP-യുടെ സംസ്ഥാന അധ്യക്ഷനായി സുരേന്ദ്രൻ തുടരില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ അതിനൊരു തീരുമാനമുണ്ടാകും. BJP ഒരു മണ്ഡലങ്ങളിലും ജയിച്ചില്ലെങ്കിൽ സുരേന്ദ്രന് പിന്നീട് BJP-യുടെ അധ്യക്ഷ സ്ഥാനത്തിരിക്കാൻ കഴിയില്ല എന്നത് 100% ഉറപ്പ്.